സംസ്ഥാനത്ത് തെരുവുനായ ശല്യം പലയിടങ്ങളിലും രൂക്ഷമാകുന്നത് നമ്മൾ കാണുകയാണ്. പലയിടങ്ങളിലും തെരുവുനായകളെ പിടികൂടുന്നതിനുള്ള പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പേവിഷബാധയ്ക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ടോ, അതിനുവേണ്ടി എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് മരുന്ന് സ്റ്റോക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയുണ്ടായി. വളരെ കൃത്യമായ മറുപടികൾ ആ വിഷയത്തിൽ ലഭ്യമായിട്ടുണ്ട്. പേവിഷബാധയ്ക്കുള്ള ആന്റി റാബിസ് വാക്സിൻ വാങ്ങാനായി കഴിഞ്ഞ 9 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 106 കോടി രൂപ. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് വാക്സിൻ വാങ്ങിയിട്ടുള്ളത്. ഈ വർഷത്തേക്ക് ആവശ്യമുള്ള വാക്സിൻ സ്റ്റോക്ക് ഉണ്ടെന്നും ആരോഗ്യവകുപ്പിന്റെ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ഭാരത് ബയോടെക്, ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ്, ഷിറോൺ ബെറിംഗ് വാക്സിൻസ്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, തമിഴ്നാട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് ആന്റി റാബീസ് വാക്സിൻ വാങ്ങിയിട്ടുള്ളത്. വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കലയ്ക്ക് ആരോഗ്യവകുപ്പ് നൽകിയ മറുപടിയിലാണ് പേവിഷ പ്രതിരോധ വാക്സിനായി LDF സർക്കാർ മുടക്കിയ തുകയെക്കുറിച്ചുള്ള വിശദാംശങ്ങളുള്ളത്. അടിയന്തര ആവശ്യം കണക്കിലെടുത്ത 154 രൂപ മുതൽ 296 രൂപ വരെ വില നൽകി സംസ്ഥാന സർക്കാർ വാക്സിൻ വാങ്ങിയിട്ടുണ്ടെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ രാജു വാഴക്കല പറഞ്ഞു. അത് ഏറ്റവും വില കൂടിയ സമയത്ത് പോലും ഏറ്റവും കൂടുതൽ തെരുവുനായകൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ കോവിഡിൻ്റെ കാലത്തായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും വലിയ വില കൊടുത്താണെങ്കിൽ പോലും നമ്മുടെ ആൻറ്റി റാബീസ് വാക്സിൻസ് വാങ്ങിച്ച് തെരുവുനായകളിലും മറ്റും ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ പേവിഷബാധ ഉണ്ടാകാതിരിക്കുന്നുള്ള പ്രതിരോധ വാക്സിൻ വാങ്ങിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ രേഖ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. 2016-17 വർഷത്തിൽ 4.16 കോടിയും 17-18 വർഷത്തിൽ 5.99 കോടിയും ആന്റി റാബീസ് വാക്സിനായി സർക്കാർ ചെലവഴിച്ചു. അടുത്ത വർഷങ്ങളിൽ യഥാക്രമം 6.23 കോടി, 9.79 കോടി, 11.25 കോടി, 13.82 കോടി, 25.53 കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ. 2023-24 17.45 കോടിയുടെയും 2024-25 14.45 കോടിയുടെയും വാക്സിൻ വാങ്ങി. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പോലും പേവിഷ പ്രതിരോധ വാക്സിൻ വാങ്ങി സൂക്ഷിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.